ഹായ് ഫ്രണ്ട്സ്, കിസാൻമാരുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാനേ അടുക്കളത്തോട്ടത്തിലെ കുറേ ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. കണ്ട, അത് നമ്മുടെ വഴുതനയാണ്. ഇത് കത്തിരി വഴുതനയാണ്. കണ്ട, ഇത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദ്യ കായാണ് ഈ വന്നേക്കണത്. കണ്ട, പൂത്തും നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കായൊക്കെ വരുന്നുണ്ട്. കണ്ട, പൂവൊക്കെ ഉണ്ട്, പൂവൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കണ്ട, ഇവിടെ കായുണ്ട്. കണ്ടത് ഇത് കായ, ഇത് കായ, വഴുതനയുടെ കായ. ഇത് കത്തിരിയാണ്. നല്ലത് പൂത്തിട്ടുണ്ട്. നിലവിൽ കേടുകളൊന്നും വന്നിട്ടില്ല, കുഴപ്പമില്ല. അപ്പൊ ഇതൊരു ഐറ്റാണ്. അടുത്ത ഐറ്റം കാണിക്കും. ഇത് സുന്ദരി വെണ്ടയാണ്. കണ്ട, സൂപ്പറായിട്ട് പൂത്ത് നല്ല കായായിട്ട് നിൽക്കുന്നു. കണ്ട, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. എന്താ, നിലവിൽ കേടൊന്നും വന്നിട്ടില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇതിന് പൂത്ത് നന്നായിട്ട് നിൽപ്പുണ്ട്. ഇതൊരു മറ്റൊരു വെറൈറ്റിയാണ്. ഓക്കെ, അടുത്ത് കാണിച്ചു തരാം. കണ്ട, ഇത് വേറെ ഒരു വെറൈറ്റിയാണ്. ഇത് അടിപൊളി സാധനം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കാരണം മറ്റേതിനേക്കാളും കൂടുതൽ വലിപ്പം ഉണ്ടാകും, ടേസ്റ്റും കൂടുതലാണ്. പക്ഷെ എണ്ണം കുറച്ച് കുറവായിരിക്കും, അത്രയും എണ്ണം കിട്ടത്തില്ല ഇത്. എന്നാലും ഇത് നല്ല ടേസ്റ്റാണ്. മറ്റേ ജെല്ല് കുറവാണ് ഇതിനകത്ത്. മറ്റേ നമ്മൾ സാധാരണ വെണ്ട എടുക്കുമ്പോൾ അതിനകത്ത് കുറേ ഇത് ജെല്ലായിട്ട് ഓടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ജെല്ല് വരത്തില്ല. പക്ഷെ അത് ഇതിനകത്ത് കുറവാണ് ജെല്ല്. എന്നാൽ ഇത് നല്ലതാണ്, നല്ല കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇത് കുറച്ച് ഇല ചുരുട്ടി കയറിയിട്ടുണ്ട്. 2 ദിവസം ശ്രദ്ധിക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. കണ്ട, പൂവൊക്കെ കണ്ട. ഇത് നമുക്ക് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്താൽ കിട്ടുന്നതാണ്. ഇതും നല്ല വെറൈറ്റിയാണത്. പക്ഷെ പച്ച വെണ്ടയുടെ അത്രയും വിളവ് ഇതിന് കിട്ടത്തില്ല, വിളവ് കുറവായിരിക്കും. അടുത്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ സാധാ വഴുതനയാണ്. കണ്ടാ, എല്ലാം പൂത്ത് റെഡി ആയിട്ടുണ്ട്. പൂത്ത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പൂത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചെറുതായിട്ടുള്ള പുഴുക്കുത്തുക വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർഗാനിക് കൊടുക്കണം. കണ്ട, കായ ഇവിടെ ഉണ്ട്. കണ്ട, കണ്ട അത് വന്നിട്ടുണ്ട്. കണ്ട, പൂത്തിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ടേ. പൂവും കായൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഒരാഴ്ചയോടെ കഴിയുമ്പോഴത്തേനും ഫുൾ സിങ്ങിലാകും. എല്ലാത്തിലും അതിനുണ്ട്. കായ്ച്ചയിലൊക്കെ ചെറിയ ആക്രമം വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ ആക്രമണങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്തെങ്കിലും വെളുത്തുള്ളി കഷായം എന്തെങ്കിലും കൊടുക്കാം. എന്താ, ഇതാണ്. ഇത് കൂടുതൽ ഈൽഡ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. അടുത്ത കാണിച്ചു തരാം. ഇത് ആ വർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇത് കുറച്ചുകൂടി നീളം വയ്ക്കുന്ന ടൈപ്പാണിത്. ഇത് റൈറ്റാണ്. ഓക്കെ, ഇത് വേണ്ട വേറെ ഒരു ഐറ്റം അർക്കാനാമിക അതിൽപ്പെട്ടതാണ്. പക്ഷെ ഇതിന് നല്ല ഈൽഡ് കിട്ടുന്നതാണ്. ധാരാളം കായ ഉണ്ടാവും. എന്താ, പൂത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്, കേടൊന്നും വന്നിട്ടില്ല. അതാ, നല്ല ടേസ്റ്റിയാണിത്. ഉണ്ടോ, ഇത് ധാരാളം കായ ഉണ്ടാകുന്നതാണ്. കണ്ടോ, ഇത് നമുക്ക് ഈ തത്തയുടെ ആക്രമണം ഉണ്ട് ഭയങ്കര. തത്ത ഇത് നേരത്തെ തത്ത പയറൊക്കെ ഇരുന്ന് തിരുന്നത്, ഇപ്പോൾ വന്ന് മൊത്തം തിരുന്നത് ഈ വെണ്ടയും പാവലല്ല, പയറൊക്കെ ധാരാളം ഇപ്പോഴും കഴിക്കുന്നുണ്ട്. ഇത് വഴുതനയുടെ അതേ തന്നെ സെയിം സാധനം തന്നെയാണ്. അപ്പോൾ ഓക്കെ, ഇത് കഴിഞ്ഞ് അടുത്ത കാണിച്ചത്. ഇതും വഴുതനയാണ്. ഇതും
കുഴപ്പമില്ലാത്ത വെറൈറ്റിയാണ്. പക്ഷെ ഇതിനേക്കാളും കുറച്ചുകൂടി നീളമുള്ളൊരു വേറൊരു ടൈപ്പ് ഞാൻ കാണിച്ചു തരാം. അതെ, ഇത് നീളം കൂടിയതാ. ഇത് നീളം കൂടിയ ഐറ്റാണിത്. ഇത് തുടങ്ങിയതേ ഉള്ളൂ. ഇത് ഒരു 40 സെൻറ്റിമീറ്റർ വരെയൊക്കെ ഇത് വരും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അതേമാതിരി കിട്ടിയതാണ്. കണ്ട, കുഴപ്പമില്ല. ഇത് കണ്ട ഒരെണ്ണം ദേ വലിപ്പത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളത് കണ്ട, ഇത് നല്ല വലിപ്പമുള്ളതാണ്. ഇത് ഇതിനേക്കാളും കുറച്ചുകൂടി വലിപ്പം വരും. ഉണ്ട്. അപ്പോൾ ഇതാണ് വഴുതനങ്ങ. നമ്മൾ നല്ല പൊള്ളിച്ച് കഴിക്കാനായിട്ട് നല്ലതാണ്. കൊളസ്ട്രോൾ കുറയും. അത് ആഴ്ചയിൽ 2-3 ദിവസം കഴിക്കാവുള്ളൂ കേട്ടോ. ഓക്കെ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു പുതിയ വിഷയവുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.